ഈ ഓണത്തിന് സാരി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? ദെൻ ദിസ് വീഡിയോസ് ഫോർ യു. എങ്ങനെ അടിപൊളിയായിട്ട് കേരള സാരി ഡ്രേപ്പ് ചെയ്യാൻ നോക്കിയാലോ? ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ് സൈഡ്. ഏകദേശം ആം ഹോളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു റൗണ്ട് ചുറ്റിയെടുക്കുക. ഈ റൗണ്ട് ചുറ്റുന്നതിനോടൊപ്പം തന്നെ അത് ഉള്ളിലോട്ടൊന്ന് ടക്കിങ് കൂടെ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പല്ലു പാട്ടൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി സാരി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് എത്രയാണോ പല്ലു ലെങ്ത്ത് വേണ്ടത് അതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതുവരെ പ്ലീറ്റ് എടുക്കുക. പല്ലു ലെങ്ത്ത് മുട്ടിന് തൊട്ട് താഴെ വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഓൾറെഡി ഷോൾഡർ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ എടുക്കാനായിട്ട്. ഈ പ്ലീറ്റ് എടുത്ത പാർട്ട് ഹൗസിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഇല്ലേ സാരിയുടെ, അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭംഗിയായിട്ടായിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അത് ഭയങ്കര പെർഫെക്റ്റ് ആവണമെന്നില്ല, ബിക്കോസ് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്യും ഇത് ഒന്നുകൂടെ. സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ സാരിയുടെ റൈറ്റ് സൈഡ് ആ ടിപ്പ് എടുത്ത് നന്നായി ടൈറ്റായി വലിച്ചെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ബെല്ലിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്കായി നന്നായി ടൈറ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് എടുക്കാം. നമുക്കത് ലെഫ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൈറ്റിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈറ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങരുത്. കുറച്ച് ലൂസായിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലോത്ത് അവിടെ എക്സസ് ആക്കി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒത്തിരി ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കാതിരിക്കുക കേട്ടോ, എസ്പെഷ്യലി ബിഗിനേഴ്സ്. ബിക്കോസ് പ്ലീറ്റ്സ് താഴെ വരെ ചിലപ്പോൾ നമുക്ക് എത്താതാവും. അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ. ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. ഇനി നമ്മളെടുത്ത ഈ സെൻറ്റർ പ്ലീറ്റ്സ് താഴെ വരെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ പ്ലീറ്റ്സിൻ്റെ ഏകദേശം ഒരു 1/4 പോർഷൻ എടുത്തിട്ട് അതൊന്ന് ഈവൺ ആക്കിയെടുത്ത് അവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. ബാക്കി പാട്ടും ഇതുപോലെ ഒന്ന് ഈവൺ ആക്കിയെടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ചുമ്മാ റീൽസ് നോക്കി ഒരു പണിയില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലൊരു പണി കൊടുത്ത് നമുക്ക് സെൻറ്റർ പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പ്ലീറ്റ്സ് ഒന്ന് ടക്ക് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് സൈഡ് പ്ലീറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ സൈഡ് പ്ലീറ്റ്സ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു പാർട്ടാണ്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇത്രയും സ്റ്റെപ്സ് കറക്റ്റായി ചെയ്താൽ നമുക്ക് നാച്ചുറലി തന്നെ ഈ സൈഡ് പ്ലീറ്റ്സ് വരുന്നു. അത് ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയില്ലെന്ന് വെച്ചോളൂ. വി ഹാവ് പ്ലാൻ ബി. സെൻറ്റർ പ്ലീറ്റ്സ് ടക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു പാർട്ട് ഉണ്ടാവും. അതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പിൻ ചെയ്ത ഭാഗമല്ലേ ആദ്യം, അതൊന്ന് വലിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കാം. ഈ നാച്ചുറലി വരുന്ന സൈഡ് പ്ലീറ്റ്സ് ആണ് കേട്ടോ ഇഷ്ടം. സോ ഞാനിങ്ങനെ ടക്കിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ സൈഡ് പ്ലീറ്റ്സ് നാച്ചുറലി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ച് ടക്കിൻ ചെയ്ത് വെക്കാവുന്നു. റൈറ്റ് സൈഡിലുള്ള എക്സസ് ക്ലോത്ത് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ബൾജ് ചെയ്യാതെ നീറ്റായിട്ട് വേണം കേട്ടോ ടക്കിൻ ചെയ്യാനായിട്ട്. ഈ സമയത്ത് ഇനി ചിലപ്പം ഷോൾഡർ സൈഡ് നമുക്ക് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യാം കേട്ടോ. ഇനി ഈ സെൻറ്റർ പ്ലീറ്റ്സ് താഴെ വരാതിരിക്കാനായിട്ട് നമുക്കൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. ഈ മാറിപ്പോയ ചെസ്റ്റ് പ്ലീറ്റ്സ് എല്ലാം ഈവൻലി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡ് പ്ലീറ്റ്സ് എല്ലാം ഫിംഗേഴ്സ് വെച്ചിട്ട് സമയം എടുത്തൊന്ന് അറേഞ്ച് ചെയ്യുക. നേരത്തെ താഴെ കുത്തിയിരുന്ന് പിൻസ് റിമൂവ് ചെയ്യാം. ആൻഡ് വി ആർ റെഡി.